ഹലോ ഗൈസ്, സെപ്റ്റംബർ മാസം തുടങ്ങാൻ പോക്കല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ നീച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് മാറ്റി സുന്ദര കുട്ടപ്പനായി ഇങ്ങനെ ഇരിക്കട്ടാ. എന്നോട് ചെങ്ങായി പറഞ്ഞോ സെപ്റ്റംബർ മാസം മുതൽ ഇനി ഫുള്ള് ടൈം ടേബിൾ ലൈഫിൽ ജീവിക്കാൻ പോവാന്ന്. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കുക, ഇന്ന് മുതൽ ഞാനും ഇനി ഒരു ടൈം ടേബിൾ ലൈഫിൽ ജീവിക്കാൻ പോവാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താരാപാര ജീവിതം നയിച്ചാൽ റെഡി ആവില്ല. ഇനി മുതൽ അങ്ങോട്ട് ഫുള്ള് ടൈം ടേബിൾ, രാവിലെ എന്നത് ചെയ്യണം, പിന്നെ അത് ഫുള്ള് ഇനി റെഡിയാക്കിയിട്ട് ഒന്ന് പോകുള്ളൂ വിചാരിച്ചു. 2024 ജനുവരി 1 ഞാൻ ഇതേമാതിരി പ്ലാൻ ചെയ്തിനി. എൻ്റെ ചെങ്ങായി ഇതേമാതിരി എനിക്ക് പ്ലാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി നോട്ട്ബുക്കിലൊക്കെ എഴുതി കോൾ ചെയ്തി ഫുള്ള് സെറ്റ് ചെയ്യാനിട്ടാ. പക്ഷെ അന്ന് രാത്രി പ്ലാൻ ഇട്ടോണ്ടാണ് അറിയില്ല, ഉറങ്ങി നീച്ചപ്പോത്തും അത് പോയി. അത് പിന്നെ പിറ്റേ ദിവസം സാധാ ലൈഫ് പോലായി. അപ്പോൾ ഇത് ഏതായാലും ഞാൻ രാവിലെ പ്ലാൻ ഇടുന്നോണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി കടയിലൊക്കെ പോയിട്ട് ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് വാങ്ങിയാണ്ട് പേനൊക്കെ വാങ്ങി എഴുതി വെച്ചാൽ. പിന്നെ എനിക്ക് തോന്നി അത് കുറച്ച് ഓവറല്ലേ, നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും ഓവർ ആക്കരുത്. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ എടുത്ത് ഇനി നോട്ട് പാഡിൽ എഴുതായിരിച്ചു. ഫോണൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്യട്ടെ മനസ്സിൽ. അല്ലെങ്കിൽ വേണ്ട, എഴുത്തും വായനൊന്നും വേണ്ട, മനസ്സിൽ ഇങ്ങനെ വെക്കുക. മനസ്സിൽ നമ്മളിങ്ങനെ വിചാരിക്കുക എന്നത് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്താൽ മതി. എഴുത്തും വായനൊന്നും വേണ്ട. അതൊക്കെ ചിലപ്പോൾ ഇനിയിപ്പോൾ നിന്ന് വരും. ഇത് ഭയങ്കര പ്ലാനിങ് കേട്ടോ. ഇനി ഇതിനൊരു പുറകോട്ടൊരു നോട്ടമില്ല. അങ്ങനെയാണ് ഇനി തുടങ്ങാൻ പോകണം. അങ്ങനെ മനസ്സിനോട് ഞാൻ ചോദിച്ചു ഫസ്റ്റ് എന്താ മനസ്സ് ചെയ്യാന്ന്. അപ്പം എന്നോട് പറഞ്ഞാണ് ഫസ്റ്റ് ഈ താടി ഒന്ന് റെഡിയാക്കി, മെഷീനൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ താടി റെഡിയാക്കായിരുന്നു. മെഷീനും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. താടി റെഡിയാക്കണമെങ്കിൽ ഒറ്റക്ക് റെഡിയാക്കല്ലേ ചെയ്യുക. അപ്പോൾ കണ്ണാടി വേണമല്ലോ. അപ്പോൾ കണ്ണാടി ഓടിയില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിക്ക് വേറൊരു ബുദ്ധി വന്നത്. എൻ്റെ വണ്ടിൻ്റെ മിററില്ലേ, അയിമേൽ വെച്ചാലും പോരെ, അതൊരു കണ്ണാടി തന്നെ അല്ലേ. ഇത് കാണുമ്പോൾ നിങ്ങളല്ലേ പിന്നെ ഇങ്ങനെ കളിയാക്കാനൊക്കെ പൂതി ഉണ്ടാവും. പക്ഷെ എന്താ പറയുക, അവസ്ഥ ആയിപ്പോയി. എന്തപ്പോൾ കാട്ടുക, കണ്ണാടി ഇല്ലാഞ്ഞപ്പോൾ ഇപ്പോൾ ബാർബർ ഷോപ്പിൽ ഏതായാലും ഞാൻ പോയില്ല. കാരണം എൻ്റെ ഒറ്റക്ക് താടി റെഡിയാക്കാനും പറയാം. എൻ്റെ മെഷീനും ഉണ്ട്. പൈസ കൊടുത്ത് മെഷീനൊക്കെ വാങ്ങിയല്ലേ, മുതലാവണ്ടേ. ഞാൻ താടി റെഡിയാക്കൽ തുടങ്ങിയപ്പോഴാണ് ഈ ബൈക്കൊക്കെ കൂടെ പോണ വല്യമ്മമാരും ചെറിയ കുട്ടികളും പിന്നെ അതേമാതിരി ഓട്ടോ ഡ്രൈവർമാരും എല്ലാവരും നോക്കി ചിരിക്കുക. ഞാനും വിചാരിച്ചു ഞാൻ എന്താ ഉടുത്ത് വെച്ചിട്ടിരിക്കണമെന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ചിരിക്കാന്. ചിലപ്പോഴേ ബല ആദ്യമായിട്ട് കാണുമോ ഇങ്ങനെയൊക്കെ താടി റെഡിയാക്കണേ. മണ്ടന്മാർക്ക് ബുദ്ധി ഉണ്ടാവില്ല. അല്ലെങ്കിലും നമ്മളെ ഈ മലയാളീസിനെ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ ഇന്ത്യക്കാർക്ക് കിട്ടുന്നില്ല. ഇന്ത്യക്കാരല്ലേ ഇപ്പോൾ അങ്ങനെ വെറുതെ താടി റെഡിയാക്കിയാണ് പോകാൻ മതിയാവും. വെറുതെ ലറ്റിങ്ങളെ കോല അങ്ങനെ കുറേ താടി ഇങ്ങനെ, കുറേ അടിക്ക്, കുറേ മേലക്ക്, ഒരുമാതിരി ബാർഗ്രാഫ് വരച്ച മാതിരി. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെയും താടി റെഡിയാക്കല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ വീഡിയോ കണ്ടാണ് കോപ്പി അടിച്ചാണ് കുറേ ആൾക്കാർ ഇങ്ങനെ റെഡിയാക്കുന്നത്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതേമാതിരി ഓരോ ബുദ്ധികൾ ഇങ്ങനെ പറഞ്ഞു തരും. നിങ്ങൾ അതനുസരിച്ച് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാം. താടി റെഡിയാക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇന്നെ പ്രേമിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ എമ്മാതിരി ലുക്കല്ലേ. താടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഏതായാലും അതവിടെ കേട്ടെ, ലുക്കൊക്കെ പഠിച്ചോൻ തന്നെയല്ലടാ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത ബുദ്ധി കിട്ടിയത്. യോഗ ചെയ്യുക. ഇനി മുതൽ എന്നും രാവിലെ എണീച്ചിട്ട് യോഗ ചെയ്യണം. അത് മനസ്സ് തോന്നാൻ വേറെ കാരണം കൂടി ഉണ്ട്. മിഞ്ഞാന്ന് ഞാൻ അങ്ങനെ റീല് കണ്ടുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഒരു റീല് കണ്ടത്. അതിൽ പറയണത് എന്താ വെച്ചാൽ ഈ യോഗ ചെയ്താൽ നമുക്ക് നല്ല ആയുസ് കൂടും. കാരണം ജപ്പാനിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആൾക്കാർ. 120 വയസ്സ്, 110 വയസ്സ്, അതാണ് ഓലെ മിനിമം എന്ന് പറഞ്ഞാൽ ഒരു 100 എന്തായാലും ജീവിക്കും. കാരണം എന്താ വെച്ചാൽ ഓലെല്ലാവരും എപ്പോഴും യോഗ ചെയ്യുന്ന ആൾക്കാരാണ്. വയസ്സായ ആൾക്കാർ വരെ യോഗ ചെയ്യും. കാരണം യോഗ ചെയ്താണ്ടാണ് മരിക്കുക ചെയ്യുക. അത്രക്കും കാലം ജീവിക്കും. എന്താ അറിയില്ല, യോഗക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ ഈ ഫോൺ എന്നും ഇങ്ങനെ കളിച്ചിരിക്കുന്ന ടൈമിൽ രാവിലെ ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഫ്രീ ആയിട്ട് നമ്മളെ കേരള ഡ്രസ്സിൽ തുണിയൊക്കെ ഇട്ടാണ്ട് യോഗ ചെയ്യായിരിക്കും. യോഗ ഇപ്പോൾ ഇവിടുന്ന് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി ഓവർ ആക്കൊന്നും വേണ്ട, ഫസ്റ്റ് ആയിട്ട് യോഗ ചെയ്യല്ലേ, റൂമിന്റെ നേരെ മുന്നിൽ തന്നെ ചെയ്യായിരിച്ചു. ഒരു ഒച്ചപ്പാടുണ്ടാവരുത് കേട്ടോ. അങ്ങനെ റൂമിന്റെ മുമ്പിൽ ഇരുന്നാണ് യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആകെ ഒച്ചപ്പാട്. ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാണ്ട് ഓരോരുത്തർ കൂർക്കം വലിക്കുക. ഈ ഉറങ്ങുമ്പോൾ ഒക്കെ ഒന്ന് മുണ്ടാക്കി ഇടുന്നൂടെ. പിന്നെ അതേമാതിരി രാവിലെ ആയിട്ട് ഇത് ഉറക്കത്തിൽ ഓരോന്ന് വിളിച്ചിട്ടുണ്ട്. ഇവനൊക്കെ വിശ്വസിച്ച് എവിടെയും കൊണ്ടുപോകാൻ പറ്റുമോ? ബസ്സൊന്നും ട്രെയിനിന്നൊക്കെ ഒച്ചപ്പാടും പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പൊ കാട്ടുക. റൂമിന്റെ വാതിലിന്റെ നേരെ മുമ്പിൽ നിന്ന് യോഗ ചെയ്താലാണ് ഈ കൂർക്കം വലിന്റെ കർക്കുർ ഒച്ചക്ക് കേൾക്കുക. അപ്പൊ ഞാൻ നേരെ യോഗ സ്ലേവുമൊക്കെ മാറ്റാൻ പോവാ. അവിടെ ആകുമ്പോൾ പിന്നെ സുഖമാണ് വിചാരിച്ചു. സ്ലേവുമേൽ ഇരുന്നപ്പോഴാണ് ആരെയും സ്ലേവുമേലൊക്കെ ഇരുന്ന് യോഗ ചെയ്യുക. ഇതൊക്കെ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രാന്തായിരിക്കും. ഏതായാലും ലൊക്കേഷൻ മാറ്റാൻ പോകും. ഒരു സുഖം കിട്ടില്ല. എത്താപ്പത് മനുഷ്യനൊരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിയപ്പോണ്ട് സ്ഥലം റെഡി ഇല്ലാന്ന്. ഇതൊക്കെ എന്ത് കാരണം? ഞാൻ ഇനി വേറെ സ്ഥലത്തേക്ക് നോക്കാൻ പോവാം. അല്ലെങ്കിൽ ചില കാര്യത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ്, ഫുള്ള് മായ ഇടി. അപ്പം ന്യൂസ് വരും, അവിടെ വെള്ളപ്പൊക്കം, ഇവിടെ വെള്ളച്ചാട്ടം, അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ കാരണങ്ങൾ. ഇല്ല, നല്ലൊരു സ്ഥലം ഞാൻ കണ്ടെത്താൻ പോവാ. ഏതായാലും ഇവിടെ വേണ്ട എന്തായാലും. അങ്ങനെ ഞാൻ പാടത്തിന്റെ
ഭാഗത്തേക്ക് പോകാൻ പോകട്ടെ. ഞാൻ എന്നും വൈകുന്നേരം അവിടെ ഇരുന്നാണ്ട് ഈ സൺസെറ്റ് കാണലുണ്ട്. അവിടെ സെറ്റാണ്, അവിടെ സെറ്റായിരിക്കും. അങ്ങോട്ട് പോകാൻ പോകട്ടെ. അവിടെ നല്ല പീസ്ഫുൾ ഏരിയ ആണ്, അതിന് ഒരു ഒച്ചപ്പാടും ഇല്ല. അതേമാതിരി കൂർക്കം വലിയും ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും അണ്ണാനോ അല്ലെങ്കിൽ നായിട്ട് കൂർക്കം വലിക്കുകയാണെങ്കിൽ കേൾക്കുള്ളൂ. അതെന്തായാലും സെറ്റ് സ്ഥലമാട്ടോ, അങ്ങോട്ട് പോയോക്കട്ടെ. ഏതായാലും വിചാരിച്ച സ്ഥലം കിട്ടിയിട്ടാ. നല്ല സുഖമുള്ള ഒരു തണുത്ത കാറ്റും സൂര്യൻ്റെ ഒരു ഇളം ചൂടും. ഞാൻ അങ്ങനെ ആലോചിക്കുക, ആ കൂർക്കം വലി ആ സ്ലേവ്മലൊക്കെ ഇരുന്ന് യോഗ ചെയ്യണ നേരം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സുഖം ഉണ്ടായിനി. അതേപോലെ എത്ര ടൈം ലാഭമായിനി. അതങ്ങനെയല്ലടാ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസാന്നൊരു ചൊല്ലില്ലേ, അതന്നെ സംഭവം. ചിലപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വരാനാവും പഠിച്ചോന്റെ വിധി. അതങ്ങനെ തന്നെ നടന്നു ചെയ്തിട്ട് സെറ്റ് സ്ഥലം. രാവിലത്തെ വെയിലുള്ളത് വിറ്റാമിൻ ഡി ആണെന്നൊക്കെ ഓടോ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി കുറച്ച് വെയിലും കൊള്ളട്ടെ, വെയിലൊക്കെ കുറച്ച് വന്നിട്ടൊക്കെ പോവാ വിചാരിച്ചു. കാരണം നിറം കൂടും ചെയ്യും, വിറ്റാമിൻ ഡിയും കിട്ടും. ക്രിസ്ത്യാനൊക്കെ രാവിലെ വെയിലുള്ള കേൾക്കില്ലേ, അതിന് ക്രിസ്ത്യാന നിറം കൂടിയിട്ട് മുഖത്തുള്ള കുരു പോകാനിട്ടാവും. ഞാൻ ഇനിയിപ്പോൾ വെളുക്ക് വയ്ക്കൂലേ, വെളുത്തോളും, വെളുക്കും. എടോ പഠിച്ച് കേട്ടാണ് ഞാൻ, അഥവാ വെളുത്താലോ. ഏതായാലും നല്ല പാടം കിട്ടിയ സ്ഥിതിക്ക് പുല്ലിൽ തന്നെ ഇരുന്നാണ്ട് യോഗ ചെയ്യാ വിചാരിച്ചു. ഏതാ സുഖം പുല്ലിലൊക്കെ ഇരിക്കാൻ. പക്ഷെ എന്താ പേടിച്ചാലേ, യോഗ ചെയ്യുമ്പോ കണ്ണ് പൂട്ടണോണ്ടേ വല്ല പാമ്പറ്റ മെല്ലെ വന്നാണ്ട് സുണ്ണാമണിത്തെ കടിച്ചുണ്ടായാലോ നല്ല പേടിണ്ട് കേട്ടാ. അതുകൊണ്ട് എപ്പോഴും കണ്ണ് തുറന്നാണ്ടാട്ടെ, ഇടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ തുറന്നു നോക്കൂ. കാരണം എപ്പോഴും ഒരു കണ്ണ് നല്ലതാണ്. കാരണം ഇപ്പൊ നടക്കണ മരണമൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആടാ. ഇങ്ങനെ നടന്നു പോകുമ്പോ ലൈൻ കമ്പിമ തട്ടി മരിച്ച്, അതേമാതിരി എടോ അങ്ങനെയൊക്കെ മരിക്കുമോ എന്ന് വിചാരിക്കണ മരണം ഇപ്പൊ നടക്കണത്. അപ്പൊ പറയാൻ പറ്റൂല, എപ്പോഴാ മരണം വരാന്ന് പറയാൻ പറ്റൂല. പുല്ലിലിരുന്ന് യോഗ ചെയ്യാൻ നല്ല രസം കിട്ടാ. കാരണം എമ്മാതിരി മൂഡ്, നമ്മൾ നല്ല സ്പോഞ്ചുമലൊക്കെ ഇരിക്കണ ഫീല്. ഞാൻ കുറെ അങ്ങനെ ഇരുന്നപ്പോ നല്ല കാറ്റടിക്കട്ടാ. എന്താറില്ല, ഞാൻ യോഗ ചെയ്യണ ചിലപ്പോൾ പഠിച്ചോൻ എന്നും വരാൻ വേണ്ടിയിട്ട് നല്ല കാറ്റ് വീശുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും അവിടെ കിടന്ന് നല്ല സുഖടാ കിടക്കാൻ. ഇതൊന്നും ഏത് ബെഡിനും കിട്ടാത്ത സുഖാട്ടാ. നമ്മള് പ്രകൃതിയിലെ നല്ല പുല്ലിലൊക്കെ കിടന്നാണ്ട് കാറ്റ് ഇങ്ങനെ നമ്മളെ തലോടുക, നമ്മളാരോ മടി കിടക്കണൊക്കെ ഒരു ഫീല്. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുക, എന്നും നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാണ്ട് ഇതേമാതിരി ഇരിക്കണട്ടാ. അപ്പോഴാണ് നമുക്ക് ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക, ഇന്നിപ്പോൾ എന്താ കാട്ടുക. അങ്ങനെ ഇതേതായാലും അടിപൊളി പ്ലാനാട്ടാ. ഈ പ്ലാൻ ഇനി എന്നും ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ഇതേമാതിരി ആക്കാനാണ് വിചാരിച്ചത്. കാരണം ഫസ്റ്റ് ദിവസം തന്നെ സെറ്റായിരുന്നു മോനെ. അങ്ങനെ ഓവർ നേരം പുല്ലിലിരുന്നപ്പോഴേ ബാക്ക് സൈഡും പുറമൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും യോഗ മാറ്റി. യോഗ ഇനി നേരെ അതിൻ്റെ അടുത്തൊരു സ്ലേബ് ഉണ്ട്, അതിമേൽ ഇരിക്കാൻ വിചാരിച്ചു. സ്ലേബ് ഏതാ വ്യൂ, എൻ്റെ ബാക്കൊക്കെ നോക്കി നല്ല രസമില്ലേ. കാരണം തെങ്ങൊക്കെ ഇങ്ങനെ ഒരു ഓർഡറിൽ നിൽക്കണുണ്ടാവും. അല്ലെന്തോ ഈ പട്ടാളക്കാർ കാവൽ നിൽക്കണമാതിരി. എനിക്ക് തെങ്ങൊക്കെ കണ്ടിട്ട് ബാക്കിൽ ഫുള്ള് തെങ്ങ്, അതിന്റെ നേരെ മുമ്പിൽ 2 തെങ്ങ്. ഏതായാലേ അങ്ങനെ ഏതായാലും യോഗ 1 മണിക്കൂറോളം യോഗ ഒക്കെ ചെയ്ത് മൈൻഡൊക്കെ സെറ്റായി. ഇന്ന് എന്താ ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ കുളിക്കുക എന്നുള്ളതാണ്. നമ്മളെ നാട്ടിലാണ് ടൈമിലൊക്കെ ഞാൻ എന്നും കുളിക്കലുണ്ട് കേട്ടോ. കാരണം എപ്പോഴും മേത്തൊക്കെ ചളിയാണോണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ നല്ല VIP ആയിട്ട് നടക്കണോണ്ട് മേത്ത് അങ്ങനെ ചളിയാവില്ല. പിന്നെ അതേമാതിരി രാത്രിയും രാവിലെയും കൊലം തണുപ്പാണ് ഇവിടെ. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ പ്രകൃതി തന്നെ കുളിപ്പിച്ചോളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുളിക്കില്ല ഓവർ. ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരൊട്ടൊക്കെ കുളിക്കലുള്ളൂ. പക്ഷെ ഇനി മുതൽ എല്ലാ ദിവസമുള്ള കുളി തീരുമാനിക്കാൻ പോവാം. പക്ഷെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എല്ലാ ദിവസവും കുളിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ടാവും, മുടി ഒന്നായിട്ട് കൊഴിഞ്ഞു പോകും. കാരണം ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ വെള്ളത്തിന്റെ നല്ല സോഫ്റ്റ് വെള്ളമല്ല, ഹാർഡ് വെള്ളമാണ്. അത് ഇവിടുത്തെ വെള്ളം തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളെ ജെല്ലൊക്കെ നല്ല ഹാർഡ് സാധനമല്ലേ, അതേമാതിരി അതിന്റെ അത്ര കട്ടിയില്ലെങ്കിൽ ഒരു കട്ടി ഉണ്ട് വെള്ളത്തിന്. അപ്പൊ അത് തലയിലാക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ വാരുമ്പോൾ ഓഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി എന്നും തല എനിക്കല് നടക്കൂല. കുളിക്കാക്ക അതേമാതിരി ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷെ അതിനൊക്കെ മറികടക്കാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. കാരണം നമ്മൾ ഇന്ന് ടൈം ടേബിൾ ഉണ്ടാക്കിയോണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, എന്നും ഇനി മിനറൽ വാട്ടർ വാങ്ങാൻ പോവാ. കാരണം മിനറൽ വാട്ടർ ബാംഗ്ലൂരിലത്തെ വെള്ളമല്ല, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. കുടിക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് തല എനിക്കുക, ബാക്കിയുള്ള വെള്ളം കൊണ്ട് മേലെ വെക്കുക. അത് ഇപ്പത്തെ പ്ലാൻ. അപ്പൊ ഏതായാലും 2024 സെപ്റ്റംബർ 1 ശേഷം ഇനി മുതൽ ഈ ആൻസ് ഇങ്ങനെ കേട്ട ജീവിതം. ഇനി മുതൽ എല്ലാ ദിവസവും എൻ്റെ ഇതേമാതിരി ആവും. ഞാനിപ്പോ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തത് എന്തിനാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതേമാതിരി നന്നായിക്കോട്ടെ വെച്ചിട്ടാ. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അതേപോലെ നന്നായി സുന്ദര കുട്ടപ്പനായിട്ട് നടക്കുന്നു വിചാരിക്കണേ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.